Hi guys, welcome back to Sky Cloud. So ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മുന്നേ എപ്പോഴോ ചെയ്തിട്ടുള്ള ഒരു ഗെയിമിംഗ് ബുക്ക് ആണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഗെയിമിംഗ് ബുക്കാണത്. സോ എനിക്കറിയില്ല അതെങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ എൻ്റെ പ്ലേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഇടയിൽ എനിക്ക് കണ്ടു കിട്ടിയതാണ്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. സോ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ മൈ ന്യൂ ഗെയിം ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ പേജിലേക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു സോഫ, ഒരു എന്താ പറയുക, ഒരു ഡ്രോയിങ് ഹാളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ബെഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ 2 കിഡ്സാണ് വരുന്നത് കേട്ടോ. ഇപ്പുറത്തായിട്ട് കുറച്ചൊരു മേക്കപ്പ് റൂംമാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് വാഷ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് ടബ് അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് സ്റ്റഡി റൂമാണ്. ഇവിടെ നമുക്ക് കിഡ്സിനൊക്കെ വയ്ക്കാം. സ്റ്റിക്കേഴ്സാണ് കേട്ടോ കൂടുതൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്കൊരു തിയേറ്ററാണ്. 2 സീറ്റ്സാണ് വരുന്നത്. ഇപ്പോഴത്തെ പോപ്കോൺസും ഇവിടെ നമുക്ക് കുറച്ച് സ്നാക്സ് അവൈലബിൾ ആണ്. അടുത്തത് വന്നിട്ട് പ്ലേ റൂമാണ് കേട്ടോ. ഇവിടെ മൊത്തം സ്റ്റിക്കേഴ്സാണ്. ആകെ ഇതും മാത്രമാണ് വരച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താ പറയുക, സ്റ്റിക്കേഴ്സാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു വാഷിംഗ് റൂമാണ്. അടുത്തത് വന്നിട്ട് നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ ഒരു അയണിങ് ടേബിളും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് 2 സീറ്റ്സ് അവൈലബിൾ ആണ്. ഒരു വാഷിംഗ് ഏരിയ ഒരു ബക്കറ്റ് അവൈലബിൾ ആണ്. അടുത്തത് എന്ന് വരുന്നത് എന്താ പറയുക, കിച്ചണാണ് കേട്ടോ. നല്ലൊരു കിച്ചണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കിച്ചൺ. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ്, നമ്മളൊരു ഫ്രിഡ്ജാണ് ഉദ്ദേശിച്ചത്. കുറച്ച് ഫുഡ് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴത്തത് ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ തന്നെയാണ്. സ്ക്വിഡ് ഗെയിമാണ്. നമുക്കത് ഇവിടെ ഒരു സ്ക്വിഷി അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ക്യാൻഡീസുണ്ട്. 2 ക്യാൻഡീസാണ്. എനിക്കറിയില്ല അതിൻ്റെ അത് നമ്പർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മിസ്സായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്പറില്ല ഗൈസ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരാളുണ്ട്. പിന്നെ ഒരു പ്ലെയറാണ് ഇത്. ഇപ്പുറത്തെന്ന് പറയുന്നത് നമുക്ക് സ്വിമ്മിങ് പൂൾ അവൈലബിൾ ആണ്. നല്ലൊരു സ്വിമ്മിങ് പൂളാണ്. ഇപ്പുറത്തെന്ന് പറയുന്നത് നമുക്കൊരു ക്രിസ്മസ് ഡെക്കറേഷനാണ്. ഇവിടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതും കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റംസാണ്. പിന്നെ ഇവിടെയും ക്രിസ്മസിൻ്റെ തന്നെ സ്ക്വിഷി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതും നമുക്കങ്ങനെ എന്താ പറയുക, ഇവിടെ അങ്ങനെ ക്രിസ്മസ് സ്റ്റാറായിട്ട് ഇത് ട്രീ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇപ്പുറത്തായിട്ട് നമുക്ക് സ്ക്വിഷി അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്യൂട്ട് ആൻഡ് മിനി ഗെയിം ബുക്കിനകത്തുള്ളത്. നമുക്ക് ടൂറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഗെയിം ബുക്കാണ്. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു നോട്ട്ബുക്കിൻ്റെ അകത്താണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ആൻഡ് സബ്സ്ക്രൈബ്. Bye.